ആദ്യം തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഈ പഴയ കാർഡ്ബോർഡ് ബോക്സൊക്കെ എടുത്ത് ഇതേപോലെ നീളത്തിൽ മുറിച്ച് അതിന് 1 സെൻറ്റിമീറ്റർ വീതിയുള്ള ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇത് നമ്മൾ ഇഷ്ടി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇനി പശ എടുത്ത് ഈ ഓരോ ഇഷ്ടിയിലെ സുന്ദരിക്ക് പൊട്ട് കുത്തുന്ന ഓരോ പൊട്ട് വെച്ച് കുത്തി പതുക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ സ്ട്രക്ചറിലേക്ക് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണം. അങ്ങനെ കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് പഞ്ചായത്ത് കിണറിൻ്റെ ചുറ്റുപതിര് പോലത്തെ ഒരു സംഭവം കിട്ടും. ഇങ്ങനത്തെ ഒരു ഫോം ഷീറ്റ് മേടിച്ച് അതിനകത്ത് കട്ട് ചെയ്ത് നമ്മൾ ഭിത്തിക്കുള്ള സ്ട്രക്ചർ ഉണ്ടാക്കും. അങ്ങനെ ഫോം ഷീറ്റ് വെച്ച് 2 സൈഡിലത്തെ 2 പാനൽ ഭിത്തി കട്ട് ചെയ്തെടുത്തിട്ട് ഇതേ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കും. ഇപ്പോൾ ഏറെക്കുറെ നമ്മുടെ സ്ട്രക്ചറാവും. കറക്റ്റായിട്ട് ഫിറ്റായി. അത്യാവശ്യം അലങ്കോലപ്പണികളും ചിമ്മിനികളും മറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഏറെക്കുറെ ഇതേപോലത്തെ ഒരു സ്ട്രക്ചറായിട്ടുണ്ട്. ഇത് കടയിൽ നിന്ന് മുട്ട വടി കിട്ടുന്ന പേപ്പർ ട്രേ ആണ്. മുട്ട വഴി നമ്മളടുത്ത് പുഴുങ്ങി നിന്നിട്ട് ഈ ട്രേ മാത്രം നമ്മളെടുക്കുന്നത്. ഇതിൻ്റെ പേപ്പറിൻ്റെ ടെക്സ്ചറിന് നമ്മുടെ പാറക്കല്ലിൻ്റെ ടെക്സ്ചറുമായിട്ട് നല്ല സാമ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സാധനത്തിന് ചെറിയ പീസാക്കി എവിടെയൊക്കെ പാറ വേണോ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇത് കൽപ്പണിക്ക് ബെസ്റ്റാണ്. കൽപ്പണിയുടെ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് നമ്മൾ അടങ്കിലെടുത്ത് സേറയ്ക്ക് കൊടുത്തേക്കും. അപ്പോൾ എവിടെയൊക്കെ കൽപ്പണി വേണോ അവിടെ എല്ലാം സേറ ഫിക്സ് ചെയ്ത് റെഡിയാക്കിക്കോളും. കൂലിയില്ല, താങ്ക്സ് മാത്രം. അങ്ങനെ ഫ്ലോർ കംപ്ലീറ്റ് കൽപ്പണി ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ എടുത്തിട്ട് ഈ ഭിത്തിയുടെ സൈഡിലേക്ക് അവിടെ ഇവിടെയൊക്കെയായിട്ട് ചെറുതായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നു. കാരണം ആ പ്ലാസ്റ്ററിങ് ഇളകി പോയതിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ പശ എടുത്ത് വൈറ്റ് വാഷ് ചെയ്യുന്നുള്ളത് കംപ്ലീറ്റ് വാഷ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നു. ഒരു ഭിത്തിയുടെ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ഫോം ഷീറ്റിന് ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ള ഫിനിഷ് ആയതുകൊണ്ട് നമുക്കത് മാറ്റി ഒരു മാറ്റ് ഫിനിഷ് ഉണ്ടാക്കണം. പിന്നെ അതിൻ്റെ ചെറിയൊരു ടെക്സ്ചർ കൂടെ വേണം, അതായത് ഭിത്തിയുടെ ഒരു പ്ലാസ്റ്ററിങ്ങിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടാനായിട്ട്. ഇപ്പോൾ ഭിത്തി വരുന്ന എല്ലാ ഭാഗത്തും നമ്മൾ പശ വെച്ച് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് ആ ടെക്സ്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ സാധാരണ കാർഡ്ബോർഡ് പേപ്പറാണ്. ഇതിൻ്റെ ഒരു സൈഡിലത്തെ പേപ്പർ കോട്ടിങ് ഇളകി കളയാൻ നമുക്ക് ഇങ്ങനത്തെ വര പോലത്തെ ഒരു ടെക്സ്ചർ കിട്ടും. ഈ സാധനം നമുക്ക് നമ്മുടെ ഓടായിട്ടോ അല്ലെങ്കിൽ തകര ഷീറ്റായിട്ടോ അല്ലെങ്കിൽ റോൾ ചെയ്യുവാണെങ്കിൽ പില്ലർ പോലെയൊക്കെ നമുക്ക് ഒരു ടെക്സ്ചർ പോലെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഓടിൻ്റെ ഭാഗത്തും പിന്നെ താഴെ ഒരു പില്ലറും ഈ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ അതൊരു വഴിക്കായിട്ടുണ്ട്. ഇനി അത് ഉണങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ച് ഇതാണ് വാതിലും ജനലും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് റെഡിയായിട്ട് നിൽക്കാം. പിന്നെ നമ്മളൊരു കാർഡ്ബോർഡ് എടുത്ത് പഴയ വീടിൻ്റെ വാതിലേക്ക് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് അത്ര ഈവൻ എല്ലാത്തിലും എഡ്ജൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിച്ചും പല സൈസിലൊക്കെ വെട്ടി കുറച്ച് പീസുകളെടുത്ത് എല്ലാം ഒട്ടിച്ച് ചേർത്ത് ഒരു വാതിൽ പോലെ ആക്കി ഒരു പഴയ ടെക്സ്ചർ ആക്കിയെടുക്കാനാണ് നോക്കിയിരിക്കുന്നത്. മൊത്തത്തിൽ 4 വാതിലുണ്ടാക്കിയിട്ടുണ്ട്. ഒരു മെയിൻ വാതിലും ഒരു ജനൽ വാതിലും 2 കുഞ്ഞ് ജനൽ വാതിലും, അങ്ങനെ മൊത്തം 4 എണ്ണം. അപ്പോൾ ഇതിൻ്റെ പണി ഏറെക്കുറെ തീർന്ന്. ഇനി കുറച്ച് പ്ലാസ്റ്റർ പാരീസ് എടുത്ത് കലക്കി അത് ബ്രഷ് എടുത്ത് കംപ്ലീറ്റ് സ്ഥലത്തും കോട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഒരു മാറ്റ് ഫിനിഷ് കിട്ടാൻ ഇത് ആ ഒരു പ്ലാസ്റ്ററിങ് ടെക്സ്ചർ കിട്ടാനും വേണ്ടിയിട്ട് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടായി കഴിഞ്ഞിട്ടുള്ള അടുത്ത മെയിൻ പരിപാടി പെയിൻറ്റിംഗ് ആണ്. ഇത് കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്ത് ആ ഒരു പഴയ ടെക്സ്ചറും ഫീലൊക്കെ കൊണ്ടു കൊടുക്കണം. ജനലൊക്കെ പ്രത്യേകിച്ചും അതിൻ്റെ തടിയുടെ ടെക്സ്ചറും തടിയുടെ ആ ഒരു പാറ്റേണും ഒക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് ഏറെക്കുറെ അത് അതൊക്കെയാണെന്ന് തോന്നുന്ന രീതിയിലൊക്കെ ആക്കി മാറ്റും. ദോഷം പറയരുതല്ലോ, കൽപ്പണി ഏറെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. വാതിൽ പെയിൻറ്റ് ചെയ്ത് കുറച്ചുകൂടി ടെക്സ്ചറും ചെറിയ ഫിനിഷായി കൊടുത്തു കഴിഞ്ഞിട്ട് പതുക്കെ ഇതും കൂടെ അങ്ങ് ഫിക്സ് ചെയ്യാം. പിന്നെ പുൽക്കൂടായത് കാരണം പേരെങ്കിലും പുല്ല് വേണ്ടതെന്ന് പറഞ്ഞ് ചെരിഞ്ഞിരിക്കുന്ന ഭാഗത്ത് പുല്ലൊട്ടിക്കാൻ തീരുമാനിച്ചു. ഇവിടെ പിന്നെ പുല്ലൊന്നും അങ്ങനെ ചുമ്മാ കിട്ടാത്ത കാരണം പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വന്നു പുല്ല്. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ്ങും പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവസാനമായപ്പോൾ ഇതിങ്ങനെ ആയിട്ടുണ്ട്. ഈ തൊഴുത്തിൽ ഇപ്പോൾ നമ്മൾ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ തൊഴുത്ത് കാലിയാണ്. സോ ഇതൊരു കാലി തൊഴുത്താണ്. 2 ദിവസം കഴിഞ്ഞിട്ട് ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഇതിനകത്ത് മിനിയേച്ചറൊക്കെ വെച്ച് സെറ്റപ്പ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഏറെക്കുറെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാലത്തൊഴുത്താവും. അപ്പോൾ അതൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ഒന്നും കൂടെ പോസ്റ്റ് ചെയ്യാം. ബൈ.